നമസ്കാരം, ഏവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ജോഗ്രഫി ടെക്സ്റ്റിൽ നിന്നും PSCക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ് ആണ്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. SCERT ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ധാതുക്കളും ശിലകളും. വിവിധ തരത്തിലുള്ള മൂലകങ്ങളാൽ നിർമ്മിതമാണ് ഭൂമി. ഭൂമിയുടെ പുറം പാളിയിൽ ഈ മൂലകങ്ങൾ ഖരാവസ്ഥയിലും ഉൾഭാഗത്ത് ഉരുകി ചൂടുള്ള അവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിന്റെ 98% ഉൾക്കൊണ്ടിരിക്കുന്നത് ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, ഇരുമ്പ്, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നീ 8 മൂലകങ്ങളാണ്. ഭൂവൽക്കത്തിന്റെ 98% ഉൾക്കൊണ്ടിരിക്കുന്നത് ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, ഇരുമ്പ്, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നീ 8 മൂലകങ്ങളാലാണ്. ഇവ കൂടാതെ ടൈറ്റാനിയം, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, മാംഗനീസ്, സൾഫർ, കാർബൺ, നിക്കൽ തുടങ്ങിയ മറ്റു മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഓക്സിജൻ 46.6%, സിലിക്കൺ 27.72%, അലുമിനിയം 8.13%. ഭൂവൽക്കത്തിൽ ഒരു മൂലകം സ്വതന്ത്രമായി കാണുന്നത് വളരെ വിരളമാണ്. വിവിധ മൂലകങ്ങളുടെ സങ്കരമായാണ് സാധാരണ കാണാറുള്ളത്. ഇവയെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. മൂലകങ്ങളുടെ സങ്കരത്തെ പറയുന്ന പേരാണ് ധാതുക്കൾ. നോട്ട് ചെയ്യുക, മൂലകങ്ങളുടെ സങ്കരമാണ് സാധാരണയായി ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. ഇവയെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. നിയതമായ അറ്റോമിക ഘടനയും രാസഘടനയും ഭൗതിക സവിശേഷതകളുമുള്ള പ്രകൃതിയാ കാണപ്പെടുന്ന അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. നിയതമായ അറ്റോമിക ഘടനയും രാസഘടനയും ഭൗതിക സവിശേഷതയുമുള്ള പ്രകൃതിയാ കാണപ്പെടുന്ന അജൈവിക പദാർത്ഥങ്ങളാണ് ധാതുക്കൾ. ഇവ സാധാരണഗതിയിൽ 2 അതിലധികമോ മൂലകങ്ങൾ അടങ്ങുന്നതാണ്. എന്നാൽ ഒരു മൂലകം മാത്രമുള്ള ധാതുക്കളും കാണപ്പെടാറുണ്ട്. ഉദാഹരണമായി ഗന്ധകം, ചെമ്പ്, സ്വർണം, വെള്ളി, ഗ്രാഫൈറ്റ് തുടങ്ങിയവ. ഭൂവൽക്കത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന മൂലകങ്ങളാണ് ചെമ്പ്, വെള്ളി, സ്വർണം, ഗ്രാഫൈറ്റ്, ഗന്ധകം. തിരിച്ചറിഞ്ഞതും പേര് നൽകിയിട്ടുള്ളതുമായ 2000-ഓളം ധാതുക്കൾ ഭൂവൽക്കത്തിലുണ്ടെങ്കിലും സാധാരണയായി കാണപ്പെടുന്ന ധാതുക്കൾ പ്രധാനപ്പെട്ട 6 ധാതു വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയെ ശിലാരൂപീകരണ ധാതുക്കൾ എന്നറിയപ്പെടുന്നു. ഭൗമാന്തർ ഭാഗത്തെ മാഗ്മയിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള ധാതുക്കളുടെയും ഉത്ഭവം. മാഗ്മ തണുത്തുറയുന്നതോടെ ധാതുക്കളുടെ പരലുകൾ പ്രത്യക്ഷമായി തുടങ്ങുന്നു. മാഗ്മ തണുത്തുറഞ്ഞ് ശിലകളായി മാറുന്ന ഘട്ടത്തിൽ വിവിധ ധാതുക്കൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ തുടങ്ങിയ ജൈവ വസ്തുക്കൾ യഥാക്രമം ഖര, ദ്രാവക, വാതക അവസ്ഥകളിലാണ് കണ്ടുവരുന്നത്. ചില ധാതുക്കളുടെ ഭൗതിക സവിശേഷതകൾ. ഫസ്റ്റ് വൺ, ബാഹ്യ പരൽ രൂപം. ചെറുകണികകളുടെ ആന്തരികമായ ക്രമീകരണത്താൽ രൂപം കൊള്ളുന്നതാണ് ബാഹ്യ പരൽ രൂപം. ഉദാഹരണം ക്യൂബ്, ഷഡ്ഭുജ പിണ്ഡം, ഷഡ്ഭുജ സ്ഫടികം എന്നീ ആകൃതിയിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ്, വിദളനം. ഒരു നിശ്ചിത ദിശയിൽ പൊട്ടി താരതമ്യേന ഒരു പരന്ന പ്രതലം സൃഷ്ടിക്കാനുള്ള ധാതുക്കളുടെ പ്രവണത ചെറുകണികകളുടെ ആന്തരിക ക്രമീകരണത്തിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഏത് കോണിലേക്കും ഒന്നിലധികം പിളർപ്പുകൾ വരാം. വിദളനം എന്നാൽ ഒരു നിശ്ചിത ദിശയിൽ പൊട്ടി താരതമ്യേന പരന്ന പ്രതലം സൃഷ്ടിക്കാനുള്ള ധാതുക്കളുടെ പ്രവണതയാണ് വിദളനം. ഇത് സംഭവിക്കുന്നത് ചെറുകണികകളുടെ ആന്തരിക ക്രമീകരണത്തിന്റെ ഫലമായിട്ടാണ്. നെക്സ്റ്റ്, പൊട്ടൽ. ക്രിസ്റ്റലുകൾ ക്രമരഹിതമായി പിളർപ്പിന്റെ പ്രതലത്തിലൂടെ അല്ലാതെ പൊട്ടുന്നു. ക്രിസ്റ്റലിനുള്ളിലെ തന്മാത്രകളുടെ സങ്കീർണമായ ക്രമീകരണമാണ് ഇതിനു കാരണം. ക്രിസ്റ്റലുകൾ ക്രമരഹിതമായി പിളർപ്പിന്റെ പ്രതലത്തോടെ അല്ലാതെ പൊട്ടുന്നു. ക്രിസ്റ്റലിനുള്ളിലെ തന്മാത്രകളുടെ സങ്കീർണമായ ക്രമീകരണമാണ് ഇതിനു കാരണം. നെക്സ്റ്റ്, ദ്യുതി അഥവാ തിളക്കം. ഒരു വസ്തുവിന് അവയുടെ നിറത്തിലുപരി ലോഹങ്ങളുടെയോ പട്ടിന്റെയോ മറ്റു മിനുസ തലങ്ങൾക്കോ സമാനമായ രീതിയിലുള്ള തിളക്കമുണ്ടാകാം. ഇതാണ് ദ്യുതി അഥവാ തിളക്കം. ചില ധാതുക്കളുടെ നിറം അവയുടെ ആന്തരിക തന്മാത്ര ഘടനയാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. അത്തരം ധാതുക്കൾക്ക് ഉദാഹരണമാണ് മാലക്കൈറ്റ്, അസുറൈറ്റ്, ചാൽക്കോപൈറൈറ്റ് തുടങ്ങിയവ. ചില ധാതുക്കളുടെ നിറം അവയുടെ ആന്തരിക തന്മാത്ര ഘടനയാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. അത്തരം ധാതുക്കൾക്ക് ഉദാഹരണമാണ് മാലക്കൈറ്റ്, അസുറൈറ്റ്, ചാൽക്കോപൈറൈറ്റ്. നെക്സ്റ്റ്, ഒരു ധാതുവിന്റെ പൊടിയുടെ നിറമാണ് ധൂളി വർണ്ണം. ഇത് ധാതുവിന്റെ അതേ നിറമോ വ്യത്യസ്ത നിറമോ ആകാം. ഒരു ധാതുവിന്റെ പൊടിയുടെ നിറമാണ് ധൂളി വർണ്ണം. ഇത് ധാതുവിന്റെ അതേ നിറമോ വ്യത്യസ്ത നിറമോ ആകാം. നെക്സ്റ്റ്, പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവനുസരിച്ച് ധാതുക്കൾ 3 വിധമുണ്ട്. സുതാര്യമായവ, അർദ്ധധാര്യമായവ, പ്രകാശം കടത്തിവിടാത്തവ. പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവനുസരിച്ച് ധാതുക്കൾ 3 വിധമുണ്ട്. അവ സുതാര്യമായവ, അർദ്ധധാര്യമായവ, പ്രകാശം കടത്തിവിടാത്തവ. ഘടന.
പരലുകളുടെ സവിശേഷമായ ക്രമീകരണമാണ് അവയുടെ ഘടനയ്ക്ക് കാരണം. പരലുകൾ നേർത്തതോ സാമാന്യ വലിപ്പമോ നല്ല വലിപ്പമുള്ളതോ ആവാം. നാരുകളായുള്ള ഘടനയും ഉണ്ടാകാറുണ്ട്. കാഠിന്യം. ഉരസലിനെ പ്രതിരോധിക്കാനുള്ള ധാതുക്കളുടെ ശേഷിയാണ് കാഠിന്യം. ഉരസലിനെ പ്രതിരോധിക്കാനുള്ള ധാതുക്കളുടെ ശേഷി കാഠിന്യം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ്, ആപേക്ഷിക സാന്ദ്രത. ഒരു വസ്തുവിന്റെ ഭാരവും തുല്യവ്യാപ്തവുമുള്ള ജലത്തിന്റെ ഭാരവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക സാന്ദ്രത. ഒരു വസ്തുവിന്റെ ഭാരവും തുല്യവ്യാപ്തവുമുള്ള ജലത്തിന്റെ ഭാരവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക സാന്ദ്രത. ഉയർന്ന ആപേക്ഷിക സാന്ദ്രതയ്ക്ക് ഉദാഹരണമാണ് ഡയമണ്ട്. നോട്ടേക, ഉയർന്ന ആപേക്ഷിക സാന്ദ്രതയുള്ള വസ്തുവാണ് ഡയമണ്ട്. ചോൾക്ക്, ടാൽക്ക് പോലുള്ളവയ്ക്ക് കുറഞ്ഞ ആപേക്ഷിക സാന്ദ്രതയാണുള്ളത്. ആപേക്ഷിക സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളാണ് ചോക്ക്, ടാൽക്ക്. ധാതുക്കളുടെ ഭൗതിക സവിശേഷതകളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ബാഹ്യ പരൽ രൂപം, സെക്കൻഡ് വിദളനം, തേർഡ് പൊട്ടൽ, ഫോർത്ത് വൺ ദ്യുതി അഥവാ തിളക്കം, നെക്സ്റ്റ് നിറം, സിക്സ്ത് വൺ ധൂളി വർണ്ണം, സെവൻത് സുതാര്യത, എയ്ത്ത് ഘടന, നയൻത് കാഠിന്യം, 10th ആപേക്ഷിക സാന്ദ്രത. നെക്സ്റ്റ് പോയിന്റ്, ഭൂവൽക്കത്തിലെ ഏതാണ്ട് പകുതിയും ഫെൽസ്പാർ ധാതുവിനാൽ നിർമ്മിതമാണ്. സിലിക്കൺ, ഓക്സിജൻ എന്നീ മൂലകങ്ങളാണ് ഫെൽസ്പാറിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത്. നോട്ട് ചെയ്യുക, സിലിക്കൺ, ഓക്സിജൻ എന്നീ മൂലകങ്ങളാണ് ഫെൽസ്പാറിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ്, മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും മിശ്രിതമാണ് ക്വാർട്സ്. ക്വാർട്സിൽ മണലും ഗ്രാനൈറ്റും അടങ്ങിയിരിക്കുന്നു. മണലിന്റെയും ഗ്രാനൈറ്റിന്റെയും മിശ്രിതമാണ് ക്വാർട്സ്. ഇതിൽ സിലിക്ക അടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ അലിയാത്ത തരത്തിലുള്ള ഉപ്പു നിറമുള്ള ഒരു ധാതുവാണ് ക്വാർട്സ്. റേഡിയോ, റഡാർ എന്നിവയിൽ ഉപയോഗിക്കുന്നു. ഗ്രാനൈറ്റ് ശിലയിൽ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് ഈ ധാതുവാണ്. ഗ്രാനൈറ്റ് ശിലയിൽ കാണപ്പെടുന്ന പ്രധാന ധാതുവാണ് ക്വാർട്സ്. നോട്ട് ചെയ്യുക, ഗ്രാനൈറ്റ് ശിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുവാണ് ക്വാർട്സ്. നെക്സ്റ്റ്, കാൽഷ്യം, അലുമിനിയം, മാഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്ക എന്നിവയാണ് പൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ. പൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ കാൽഷ്യം, അലുമിനിയം, മാഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്ക. പൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ കാൽഷ്യം, അലുമിനിയം, മാഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്ക. ഭൂവൽക്കത്തിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ധാതുക്കളിൽ 7% ആംഫിബോൾ ആണ്. അലുമിനിയം, കാൽഷ്യം, സിലിക്ക, മാഗ്നീഷ്യം എന്നീ മൂലകങ്ങളാണ് ആംഫിബോളിൽ അടങ്ങിയിരിക്കുന്നത്. നോട്ട് ചെയ്യുക, അലുമിനിയം, കാൽഷ്യം, സിലിക്ക, മാഗ്നീഷ്യം. അലുമിനിയം, കാൽഷ്യം, സിലിക്ക, മാഗ്നീഷ്യം എന്നീ മൂലകങ്ങളാണ് ആംഫിബോളിൽ അടങ്ങിയിരിക്കുന്നത്. ആംഫിബോൾ ധാതുക്കളുടെ ഒരു രൂപമാണ് ഹോൺ ബ്ലെൻഡ്. ആംഫിബോൾ ധാതുക്കളുടെ ഒരു രൂപമാണ് ഹോൺ ബ്ലെൻഡ്. നെക്സ്റ്റ്, ഭൂവൽക്കത്തിന്റെ ഏകദേശം 4% മാത്രമുള്ള അഫ്രത്തിൽ അലുമിനിയം, പൊട്ടാസ്യം, സിലിക്കോൺ, ഇരുമ്പ്, മാഗ്നീഷ്യം എന്നീ മൂലകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ആഗ്നേയ ശിലകളിലും കയാന്തര ശിലകളിലും കണ്ടുവരുന്ന ഇവ വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നോട്ട് ചെയ്യുക, വൈദ്യുത ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അഫ്രം. നോട്ട് ചെയ്യുക, ഭൂവൽക്കത്തിന്റെ ഏകദേശം 4% മാത്രമേ അഫ്രം അടങ്ങിയിട്ടുള്ളൂ. നെക്സ്റ്റ്, മാഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ പ്രധാനമായും ഒലിവിനിൽ അടങ്ങിയിട്ടുള്ളത്. മാഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്കൺ എന്നീ മൂലകങ്ങളാണ് പ്രധാനമായും ഒലിവിനിൽ അടങ്ങിയിട്ടുള്ളത്. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇവ ബസാൾട്ട് പാറകളിൽ പച്ച നിറത്തിലുള്ള പരലുകളായി കാണപ്പെടുന്നു. ബസാൾട്ട് പാറകളിൽ പച്ച നിറത്തിലുള്ള പരലുകളായി കാണപ്പെടുന്നത് ഒലിവിൻ. ബസാൾട്ട് പാറകളിൽ പച്ച നിറത്തിലുള്ള പരലുകളായി കാണപ്പെടുന്നത് ഒലിവിൻ. നെക്സ്റ്റ് പറയുന്നു, അമൂല്യ ധാതുക്കൾക്ക് ഉദാഹരണമാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. അമൂല്യ ധാതുക്കൾക്ക് ഉദാഹരണം സ്വർണം, വെള്ളി, പ്ലാറ്റിനം. ഇരുമ്പും അതിനോട് കൂടിക്കലർന്ന് കാണപ്പെടുന്ന ലോഹങ്ങളാണ് അയോ ധാതുക്കൾ. ഇരുമ്പും അതിനോട് കൂടി കലർന്ന് കാണപ്പെടുന്ന ലോഹങ്ങളും അറിയപ്പെടുന്ന പേര് അയോ ധാതുക്കൾ. ഇരുമ്പിതര ധാതുക്കൾ അറിയപ്പെടുന്ന പേരാണ് അയോ രഹിത ധാതുക്കൾ. ഇരുമ്പിതര ധാതുക്കൾ അറിയപ്പെടുന്നത് അയോ രഹിത ധാതുക്കൾ. ലോഹം അടങ്ങിയിട്ടില്ലാത്ത ധാതുക്കളാണ് അലോഹ ധാതുക്കൾ. ലോഹാംശം തീരെ അടങ്ങിയിട്ടില്ലാത്ത ധാതുക്കളാണ് അലോഹ ധാതുക്കൾ. അലോഹ ധാതുക്കൾക്ക് ഉദാഹരണം സൾഫർ, ഫോസ്ഫേറ്റ്, നൈട്രേറ്റുകൾ. അലോഹ ധാതുക്കൾക്ക് ഉദാഹരണമാണ് സൾഫർ, ഫോസ്ഫേറ്റ്, നൈട്രേറ്റ്. നെക്സ്റ്റ്, ശിലകൾ. ഭൂവൽക്കം ശിലകളാൽ നിർമ്മിതമാണ്. ഭൂവൽക്കം ശിലകളാൽ നിർമ്മിതമാണ്. ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ. ദൃഢമേറിയതും മൃദുവായതും വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ളതുമായ ശിലകളുണ്ട്. നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ. ഒന്നോ അതിലധികമോ ധാതുക്കളുടെ മിശ്രിതമാണ് ശിലകൾ. ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി.
നോട്ട് ചെയ്യുക, ശിലകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് പെട്രോളജി. ശിലകളിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഘടക വിശേഷങ്ങൾ, പരൽ ക്രമം, ഘടന, ഉത്ഭവം, കാണപ്പെടുന്ന പ്രദേശം, രൂപമാറ്റം, മറ്റു ശിലകളുമായുള്ള ബന്ധം തുടങ്ങിയ ശിലകളെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളെയും കുറിച്ച് പെട്രോളജിസ്റ്റ് പഠനം നടത്തുന്നു. ശിലകളെ അതിന്റെ രൂപീകരണം അനുസരിച്ച് മൂന്നായി തരംതിരിക്കാം. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ശിലകളെ അതിന്റെ രൂപീകരണത്തിനനുസരിച്ച് മൂന്നായി തരംതിരിക്കാം. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഫസ്റ്റ് വൺ, ആഗ്നേയ ശിലകൾ. ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത് എന്നതിനാൽ ഇവയെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നു. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകൾ. മാഗ്മ തണുത്തുറഞ്ഞ് കട്ട പിടിക്കുന്നതിലൂടെയാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. മാഗ്മ തണുത്തുറഞ്ഞ് കട്ട പിടിക്കുന്നതിലൂടെയാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഉപരിതലത്തിലേക്കുള്ള മാർഗമധ്യേ മാഗ്മ തണുത്ത് ഘനീഭവിക്കുമ്പോൾ അതിനെ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നു. ഉപരിതലത്തിലേക്കുള്ള മാർഗമധ്യേ മാഗ്മ തണുത്ത് ഘനീഭവിക്കുമ്പോൾ അതിനെ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നു. മാഗ്മയുടെ തണുക്കലും ഘനീഭവിക്കലും ഭൂവൽക്കത്തിനുള്ളിലോ ഭൗമ ഉപരിതലത്തിലോ ആകാം. ആഗ്നേയ ശിലകൾ പോയിന്റ്സ് ഒന്നുകൂടി പറയുന്നു. ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ശിലാദ്രവത്തിൽ നിന്നാണ് ആഗ്നേയ ശിലകൾ രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഇവയെ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. മാഗ്മ തണുത്ത് കട്ട പിടിക്കുന്നതിലൂടെയാണ് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. ഉപരിതലത്തിലേക്കുള്ള മാർഗമധ്യേ മാഗ്മ തണുത്ത് ഘനീഭവിക്കുമ്പോൾ അതിനെ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നു. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ഗാബ്രോ, പെഗ്മറ്റൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വജന്യ, ബ്രച്ചിയ, ടഫ് എന്നിവ. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ഗാബ്രോ, പെഗ്മറ്റൈറ്റ്, ബസാൾട്ട്, അഗ്നിപർവ്വജന്യ, ബ്രച്ചിയ, ടഫ്. നെക്സ്റ്റ്, അവസാദ ശിലകൾ. ഊറിക്കൂടുക എന്ന അർത്ഥമുള്ള സെഡിമെന്റം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി എന്ന പദം രൂപം കൊണ്ടത്. ശിലകൾ ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരതര കാരണങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറ്റപ്പെടുന്നു. ഈ ശിലാകഷ്ണങ്ങൾ വിവിധ ബാഹ്യശക്തികൾ വഹിച്ചുകൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവ തിങ്ങിച്ചേർന്ന് ശിലകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ ദൃഢീകരണം എന്ന് വിളിക്കുന്നു. പല അവസാദ ശിലകളിലും ദൃഢീകരണത്തെ തുടർന്നും നിക്ഷേപ പാളികൾ അവയുടെ സവിശേഷതകൾ നിലനിർത്തുന്നു. അതിനാൽ മണൽക്കല്ല്, ഷെയിൽ തുടങ്ങിയ അവസാദ ശിലകളിൽ വ്യത്യസ്ത കനത്തിലുള്ള പാളികൾ കാണാൻ കഴിയും. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ഷെയിൽ. അവസാദ ശിലകളെ അവ രൂപപ്പെടുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കാം. ബലകൃതമായി രൂപപ്പെടുന്നവ, ജൈവികമായി രൂപപ്പെടുന്നവ, രാസീയമായി രൂപപ്പെടുന്നവ. ബലകൃതമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണം മണൽക്കല്ല്, ഷെയിൽ, ചുണ്ണാമ്പുകല്ല്. ബലകൃതമായി രൂപം കൊള്ളുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ഷെയിൽ. ജൈവികമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, ചോക്ക്. രാസീയമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ചെർട്ട്, ചുണ്ണാമ്പുകല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ്. ചെർട്ട്, ചുണ്ണാമ്പുകല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ്. കായാന്തരിത ശിലകൾ. രൂപാന്തരം സംഭവിച്ചത് എന്നതാണ് കായാന്തരീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടിസ്ഥാന ശിലകളിൽ അനുഭവപ്പെടുന്ന മർദ്ദം, വ്യാപ്തി, ഊഷ്മാവ് എന്നിവയിലെ വ്യത്യാസങ്ങൾ മൂലം രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണിവ. ടെക്ടോണിക് പ്രക്രിയയുടെ ഫലമായി ഉപരിതലത്തിലെ ശിലകൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് താഴ്ത്തപ്പെടുമ്പോൾ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിക്കാം. അല്ലെങ്കിൽ ഭൗമാന്തര ഭാഗത്തു നിന്ന് മാഗ്മ പുറത്തേക്ക് വമിക്കുമ്പോൾ ഭൂവൽക്കത്തിലെ ശിലകളുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായും അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായും കായാന്തരീകരണം സംഭവിക്കാറുണ്ട്. ഈ പ്രക്രിയയാണ് കായാന്തരീകരണം എന്നറിയപ്പെടുന്നത്. കായാന്തരീകരണം രണ്ടു തരത്തിലുണ്ട്. ബലതന്ത്ര കായാന്തരീകരണം, താപീയ കായാന്തരീകരണം. സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനതു ധാതുക്കൾ പൊട്ടിയും ഞെരുകിയും പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയെ ബലതന്ത്ര കായാന്തരീകരണം എന്ന് വിളിക്കുന്നു. സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനതു ധാതുക്കൾ പൊട്ടിയും ഞെരുകിയും പുനരേകീകരിക്കപ്പെടുന്ന പ്രക്രിയയെ ബലതന്ത്ര കായാന്തരീകരണം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായി ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായി രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനർക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായി ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായി രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനരേകീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്താണ് സമ്പർക്ക കായാന്തരീകരണം?
ഭൗമാന്തര ഭാഗത്തു നിന്നും വമിക്കുന്ന ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലകളുമായി സമ്പർക്കത്തിലാകുമ്പോൾ ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന പരലുകളും പുനർക്രമീകരിക്കപ്പെടുന്നു. ചില അവസരങ്ങളിൽ മാഗ്മയിൽ നിന്നോ ലാവയിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ ഘടകങ്ങളും ശിലകളോട് കൂടിച്ചേരാറുണ്ട്. ഇവയാണ് സമ്പർക്ക കായാന്തരീകരണം. നെക്സ്റ്റ്, എന്താണ് പ്രാദേശിക കായാന്തരീകരണം? ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായോ ഉയർന്ന താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ ഇവയുടെ രണ്ടിന്റെയും കൂടി ഫലമായോ ശിലകൾ പുനരേകീകരിക്കുന്നതിന് വിധേയമായി രൂപമാറ്റം സംഭവിക്കാം. ഇതിനെയാണ് പ്രാദേശിക കായാന്തരീകരണം എന്നറിയപ്പെടുന്നത്. ടെക്ടോണിക് ചലനത്തിന്റെ ഭാഗമായോ ഉയർന്ന താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ ഇവയുടെ രണ്ടിന്റെയും കൂടി ഫലമോ ശിലകൾ പുനരേകീകരിക്കുന്നതിന് വിധേയമായി രൂപമാറ്റം സംഭവിക്കാം. ഇതിനെയാണ് പ്രാദേശിക കായാന്തരീകരണം എന്നറിയപ്പെടുന്നത്. കായാന്തരിത ശിലകൾക്ക് പ്രധാന ഉദാഹരണം ഗ്രാനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ, ക്വാർട്ട്സൈറ്റ്. നോട്ട് ചെയ്യുക, ഗ്രാനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ, ക്വാർട്ട്സൈറ്റ് തുടങ്ങിയവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ്, ശിലാചക്രം. ശിലകൾ ദീർഘകാലം ഒരേപോലെ നിലനിൽക്കുന്നില്ല, അവ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പഴയ ശിലകൾ പുതിയ ശിലകളായി മാറുന്ന തുടർച്ചയായ പ്രക്രിയയാണ് ശിലാചക്രം എന്ന് വിളിക്കുന്നത്. ശിലകൾ ദീർഘകാലം ഒരുപോലെ നിലനിൽക്കുന്നില്ല, അവ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ പഴയ ശിലകൾ പുതിയ ശിലകളായി മാറുന്ന തുടർച്ചയായ പ്രക്രിയയാണ് ശിലാചക്രം എന്ന് വിളിക്കുന്നത്. പ്രാഥമിക ശിലകളായ ആഗ്നേയ ശിലകളിൽ നിന്നാണ് മറ്റു ശിലകളായ കായാന്തരിത ശിലകളും അവസാദ ശിലകളും രൂപപ്പെടുന്നത്. ആഗ്നേയ ശിലകളും കായാന്തരിത ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന ശിലാകഷ്ണങ്ങൾ അടിഞ്ഞുകൂടി അവസാദ ശിലകൾ രൂപപ്പെടുന്നു. അവസാദ ശിലകൾ സ്വയമേവ പൊടിഞ്ഞ് കഷ്ണങ്ങളായി മാറി വീണ്ടും അവസാദ ശിലകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ശിലകൾ 3 വിധം: ആഗ്നേയ ശില, കായാന്തരിത ശില, അവസാദ ശില. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, അഗ്നിപർവ്വജന്യ, ബ്രച്ചിയ, ടഫ്, ഗ്രാനൈറ്റ്, ഗാബ്രോ. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ചുണ്ണാമ്പുകല്ല്, കൽക്കരി, ഗീസറൈറ്റ്, ചോക്ക്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, സ്ലേറ്റ്, ഷിസ്റ്റ്, മാർബിൾ, ക്വാർട്ട്സൈറ്റ്. ഇത്രയും കണ്ടന്റാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.